നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയ. എന്തുകൊണ്ടാണ് ആളുകൾ ഈ ദിവസം സ്വർണം വാങ്ങുന്നത്? എന്തുകൊണ്ട് ഇത് ശുഭകരമാണ്? തീയതി, മുഹൂർത്തം തുടങ്ങിയവ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചു നോക്കാം. അക്ഷയ തൃതീയ 2025 അഗതീജ് അല്ലെങ്കിൽ അക്തി എന്നും അറിയപ്പെടുന്ന ഹിന്ദു ഉത്സവമായ അക്ഷയ തൃതീയ ഇന്ന് ഏപ്രിൽ 30 ആഘോഷിക്കുന്നു. അക്ഷയ തൃതീയ ശുഭകരമാണെന്നും വിജയവും ഭാഗ്യവും കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും സ്വാഗതം ചെയ്യുന്നതിനായി പലരും ഈ ദിവസം സ്വർണം വാങ്ങാൻ തിരഞ്ഞെടുക്കുന്നു. അക്ഷയ തൃതീയയിൽ വാങ്ങുന്ന സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുമെന്നും ഒരിക്കലും കുറയില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയിലാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. കൂടാതെ ഈ വർഷം അക്ഷയ തൃതീയ 2025 ഏപ്രിൽ 30 ഒരു രോഹിണി നക്ഷത്ര ദിനത്തിൽ വരുന്നതിനാൽ ഇത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ദൃക് പഞ്ചാംഗ പ്രകാരം അക്ഷയ തൃതീയ 2025 ഏപ്രിൽ 30 ബുധനാഴ്ചയാണ്. അക്ഷയ തൃതീയ പൂജാ മുഹൂർത്തം രാവിലെ 5:41 മുതൽ 12:18 വരെയാണ്. ഏപ്രിൽ 29 വൈകുന്നേരം 5:31 ആരംഭിച്ച് ഇന്ന്, അതായത് ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 2:12 അവസാനിക്കുന്നു. അക്ഷയ തൃതീയയുടെ പ്രാധാന്യം എന്താണ്? അത് ശുഭകരമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഹിന്ദു സംരക്ഷണ ദേവനായ വിഷ്ണു ഭഗവാൻ ഭരിക്കുന്നത് അക്ഷയ തൃതീയയും പരശുരാമ ജയന്തിയും ഭഗവാൻ വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരത്തിന്റെ ജന്മദിനം സാധാരണയായി ഒരേ ദിവസം ആഘോഷിക്കുന്നു. അക്ഷയ തൃതീയ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അക്ഷയ എന്ന പദത്തിന്റെ അർത്ഥം ശ്വാശ്വതമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നു. അതേസമയം തൃതീയ എന്നാൽ ശുക്ലപക്ഷത്തിലെ 3ാം ദിവസമാണ്. ജനകീയ വിശ്വാസമനുസരിച്ച് ഈ ദിവസം ശുഭകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആജീവനാന്ത സമൃദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്ഷയ തൃതീയയിൽ ആളുകൾ എന്ത് ചെയ്യും? മിക്ക ആളുകളും ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നു, ജോലി ആരംഭിക്കുന്നു, പുതിയ വീട്ടിൽ പ്രവേശിക്കുന്നു, കൃഷി പ്രവർത്തനങ്ങൾ തുടങ്ങിയ പുതിയ തുടക്കങ്ങൾ അക്ഷയ തൃതീയയിൽ നടത്തുന്നു. ഈ ദിവസം ആളുകൾ ദേവതകൾക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, ക്ഷേത്രങ്ങൾ അലങ്കരിക്കുന്നു, പ്രത്യേക പൂജകൾ നടത്തുന്നു. ദർശനങ്ങളും ഈ ദിവസത്തെ അടയാളപ്പെടുത്തുന്നു. കാരണം ചിലർ ദരിദ്രർക്കും ഭക്ഷണം നൽകുന്നതിനായി ഭക്ഷണശാലകൾ പോലും സ്ഥാപിക്കുന്നു. അക്ഷയ തൃതീയയിൽ ആളുകൾ സ്വർണം വാങ്ങുന്നത് എന്തുകൊണ്ട്? അക്ഷയ എന്ന പദത്തിന് ഒരിക്കലും കുറയാത്തത് എന്നും അർത്ഥമുണ്ട്. അതിനാൽ പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആളുകൾ പലപ്പോഴും സ്വർണം ഒരു നിക്ഷേപമായി വാങ്ങുന്നു. ഇത് ശാശ്വതമായ അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണവും ആഭരണങ്ങളും വാങ്ങുന്നത് ഹിന്ദു സംസ്കാരത്തിൽ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. സ്വർണം ശാശ്വതമായ സമ്പത്തിന്റെയും വിശുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ ജനകീയ വിശ്വാസമനുസരിച്ച് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് കുടുംബത്തിന് ഐശ്വര്യവും കൊണ്ടുവരും. പ്രപഞ്ചത്തിലെ പ്രപഞ്ചശക്തികൾ പോസിറ്റീവ് ഫലങ്ങൾ ആകർഷിക്കുന്ന രീതിയിൽ യോജിച്ചിരിക്കുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ ദിവസം നടത്തുന്ന ഏതെങ്കിലും പുതിയ നിക്ഷേപങ്ങളോ വാങ്ങലുകളോ പോസിറ്റീവ് ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഇന്ന് അക്ഷയ തൃതീയ. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ അക്ഷയ തൃതീയ ജീവിതത്തിൽ നല്ലൊരു തുടക്കത്തിന്റെ ദിനമായി അറിയപ്പെടുന്നു. ഇന്നത്തെ അക്ഷയ തൃതീയയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.